മലയാളികളുടെ പ്രിയപ്പെട്ട വാനമ്പാടി KS ചിത്രയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ആ നിഷ്കളങ്കമായ ചിരിയും തേൻ തുള്ളി പോലുള്ളതുമാണ്. ദശകങ്ങളായി ഇന്ത്യൻ സംഗീത ലോകത്ത് സജീവമായി നിൽക്കുമ്പോഴും ലളിതമായ ജീവിതശൈലി കൊണ്ടും വിനയം കൊണ്ടും അവർ ആരാധകരുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം നേടി. എന്നാൽ ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ താൻ നേരിടുന്ന ചില വെല്ലുവിളികളെക്കുറിച്ചും തന്റെ സ്വകാര്യ ഇഷ്ടങ്ങളെക്കുറിച്ചും അടുത്തിടെ ഐ ആം വിത്ത് ധന്യ വർമ്മ എന്ന അഭിമുഖത്തിൽ ചിത്ര മനസ്സ് തുറക്കുകയുണ്ടായി. ആ സംഭാഷണത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഫാഷനും സ്നേഹവും. പൊതുവേദികളിൽ ചിത്രയെ എപ്പോഴും കാണാറുള്ളത് സാരികളിലാണ്. സൽവാറുകൾ വിരളമായി മാത്രം ധരിക്കുന്ന ചിത്രയുടെ സാരി പ്രേമം പ്രശസ്തമാണ്. തന്റെ പക്കൽ എത്ര സാരികൾ ഉണ്ടെന്ന ചോദ്യത്തിന് 1000-ന് മുകളിൽ വരുമെന്നാണ് താരം മറുപടി നൽകിയത്. എന്നാൽ ഇതൊരു ആഡംബരമായിട്ടല്ല ചിത്ര കാണുന്നത്, മറിച്ച് തന്റെ കരിയറിന്റെ ഭാഗവും ആരാധകരുടെ സ്നേഹവുമാണ്. പുതിയ സാരികൾ വാങ്ങുമ്പോൾ പഴയവ ഒഴിവാക്കുന്ന രീതിയാണ് ചിത്ര പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരെണ്ണം പറയാൻ അവർക്ക് സാധിക്കില്ല. ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇഷ്ടപ്പെട്ടവ കണ്ടാൽ വാങ്ങാറുണ്ടെങ്കിലും തന്റെ ശേഖരത്തിലെ ഭൂരിഭാഗവും സമ്മാനമായി കിട്ടിയവയാണ്. ചിത്രയ്ക്ക് ലഭിക്കുന്ന സാരികളിൽ പലതും ആരാധകരോ സുഹൃത്തുക്കളോ നൽകുന്നതാണ്. ചിലപ്പോൾ തനിക്കത്ര കംഫർട്ടബിൾ അല്ലാത്ത തുണിത്തരങ്ങളാണെങ്കിൽ പോലും അവരത് ഉടുത്ത് കാണാൻ ആഗ്രഹിക്കുമല്ലോ എന്നോർത്ത് ചിത്ര അത് ധരിക്കാറുണ്ട്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം തൃപ്തി മാറ്റിവെക്കുന്ന ചിത്രയുടെ സ്വഭാവം ഇവിടെ വ്യക്തമാണ്. സ്റ്റാർ സിംഗർ പോലുള്ള റിയാലിറ്റി ഷോകളിൽ വരുമ്പോൾ പോലും പലരും സ്നേഹപൂർവ്വം സാരികൾ സമ്മാനിക്കാറുണ്ടെന്ന് താരം അനുസ്മരിക്കുന്നുണ്ട്. ചിത്രയുടെ മറ്റൊരു മുഖം എപ്പോഴും ശാന്ത സ്വഭാവക്കാരിയായി കാണപ്പെടുന്ന ചിത്രയ്ക്കും ദേഷ്യം വരാറുണ്ട്. എന്നാൽ ഒരു ഗായിക എന്ന നിലയിൽ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിലും ചില പരിമിതികളുണ്ട്. ദേഷ്യം വരുമ്പോൾ ഒച്ചയുണ്ടാക്കുമെങ്കിലും അത് നിയന്ത്രിതമായിരിക്കും. ഒരുപാട് ഒച്ചയിട്ടാൽ എൻ്റെ തൊണ്ട പോകും, അതുകൊണ്ട് ശബ്ദം കുറച്ചേ ദേഷ്യപ്പെടാറുള്ളൂ എന്ന് ചിത്ര തമാശ കലർത്തി പറയുന്നുണ്ട്. ചിത്രയുടെ ദേഷ്യം ഏറ്റവും കൂടുതൽ അറിയുന്നത് ഭർത്താവ് വിജയൻ തന്നെയാണ്. ദേഷ്യം വന്നാൽ പല്ല് കടിക്കുന്ന സ്വഭാവമുള്ള ചിത്ര പിന്നീട് കുറച്ചു നേരത്തേക്ക് മൗനം പാലിക്കും. ആരോടും അധികം സംസാരിക്കാതെ ആ ദേഷ്യം തന്നിൽ തന്നെ ഒതുക്കി തീർക്കുന്ന രീതിയാണ് അവർ പിന്തുടരുന്നത്. സോഷ്യൽ മീഡിയ എന്ന ഭയം ഇന്നത്തെ കാലത്ത് സെലിബ്രിറ്റികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സോഷ്യൽ മീഡിയ. ചിത്രയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഓരോ നീക്കവും ക്യാമറ കണ്ണുകൾ തന്നെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് താരം തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. അടുത്തിടെ കൊച്ചിയിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ചുണ്ടായ അനുഭവം ചിത്രയെ ഏറെ വേദനിപ്പിച്ചു. രവീന്ദ്രൻ മാസ്റ്ററുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അവർ. ചിത്രയെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഫോട്ടോ എടുക്കാൻ വരികയും അറിയാത്ത ചിത്രയുടെ മുടിയിൽ കൈ അമരുകയും ചെയ്തു. അന്നത്തെ ദിവസം ചിത്ര വെപ്പുമുടി ഉപയോഗിച്ചിരുന്നു. മുടിയിൽ കൈ അമർന്നപ്പോൾ അത് ഊരിപ്പോകുമോ എന്ന പേടിയും വേദനയും കാരണമാണ് അമ്മേ മുടിയിലാണ് കൈ അമർന്നിരിക്കുന്നത് എന്ന് ചിത്ര പറഞ്ഞത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് മറ്റൊരു രീതിയിലാണ്. ചിത്ര ആ സ്ത്രീയോട് ദേഷ്യപ്പെട്ടുവെന്നും അഹങ്കാരം കാണിച്ചുവെന്നും പലരും വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു. ഇതിന് പിന്നാലെ ധാരാളം മോശം കമന്റുകളും ചിത്രയ്ക്ക് നേരിടേണ്ടി വന്നു. താൻ നേരിട്ട് സോഷ്യൽ മീഡിയ നോക്കാറില്ലെങ്കിലും സുഹൃത്തുക്കൾ അയച്ചു തരുന്ന ഇത്തരം വാർത്തകൾ മാനസികമായി വിഷമിപ്പിക്കാറുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഈ അഭിമുഖത്തിലൂടെ ചിത്ര തന്റെ മനുഷ്യ സഹജമായ സ്വഭാവങ്ങളെ കൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. താൻ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന ഭാവമില്ലാതെ സാധാരണക്കാരെ പോലെ തനിക്കുമുള്ള പേടികളും സങ്കടങ്ങളും അവർ പങ്കുവച്ചു. തന്റെ ശബ്ദം കേൾക്കുമോ എന്ന് ഭയന്ന് ദേഷ്യം പോലും നിയന്ത്രിക്കുന്ന ഒരു കലാകാരിയാണ് നാം അവിടെ കണ്ടത്. പലപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്ന ക്ഷണികമായ ദൃശ്യങ്ങൾ വെച്ച് ഒരാളെ വിലയിരുത്തുന്നത് എത്രമാത്രം തെറ്റാണെന്ന് ചിത്രയുടെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ സ്ത്രീ പോയതിനു ശേഷവും നിരവധി പേർക്കൊപ്പം താൻ നിന്ന് ഫോട്ടോ എടുത്തുവെന്ന് ചിത്ര പറയുമ്പോൾ പ്രചരിച്ച വാർത്തകളിലെ പൊള്ളത്തരം വ്യക്തമാകുന്നുണ്ട്. ഒരുപാട് സാരികളുടെ ശേഖരമുണ്ടെങ്കിലും ലോകം മുഴുവൻ ആരാധകരുണ്ടെങ്കിലും ലളിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ചിത്ര. സോഷ്യൽ മീഡിയ കടന്നുകയറ്റങ്ങളെ ഭയത്തോടെ കാണുമ്പോഴും തന്റെ സംഗീതത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും അവർ മലയാളികളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ആ പഴയ ചിത്ര ചേച്ചിയായി തന്നെ തുടരുന്നു.